തൻ്റെ ശരീരത്തിൽ നിന്നുള്ള വേർപ്പ് ചൊട്ട് രക്തത്തുളിയായി വീണ് അത്ര മരണവേദനയുടെ ഞരക്കം അനുഭവിച്ചവനാണ് ദൈവം കർത്താവ്. വേർപ്പ് രക്തത്തുളിയായി വീണ് കൂടെ നടന്നതിൽ ഒരുവൻ ഒറ്റിക്കൊടുത്ത് മറ്റവൻ തള്ളിപ്പറഞ്ഞ് മരണവേദന പോലെ ഉള്ളു അതിദുഃഖമായി യാചിച്ച് കൂടെ പോയ ശിഷ്യന്മാർ 3 പേരോടും ഒന്ന് പ്രാർത്ഥിക്കാൻ അവനല്ല കൊറട്ടയിട്ട് ഉറങ്ങി. ഇതെല്ലാം അവൻ മുൻകൂട്ടി കണ്ടിട്ടും അറിഞ്ഞിട്ടും ഓലിവ് പർവ്വതത്തിൽ എത്തിയപ്പോൾ ഓലിവ് പർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ ചരിവ് ഗത്സമേൻ തോട്ടത്തിൽ നടക്കാൻ പോകുന്ന സംഭവം യേശു കണ്ടിട്ടും അവൻ സങ്കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചതായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ബലത്ത വിശ്വാസം. പ്രസവിച്ച കുഞ്ഞിന് രോഗം വന്ന് ഡോക്ടർമാർ അവിടെ ചികിത്സയുടെ മാക്സിമം നോക്കി അങ്ങും ഇങ്ങും അറുത്ത് കണ്ട നമുക്ക് ബോധം കെടും. അപ്പോൾ ഡോക്ടർമാർ കൈമലർത്തി, ഒരു ആരാധനയ്ക്ക് വാ. വരത്തില്ല. കുഞ്ഞ് ചെത്താലും ഇവൻ വരത്തില്ല. ഒരു ആരാധന വന്നൊരു ഈ കുഞ്ഞ് പിഴയ്ക്കും. വരത്തേയില്ല. ആളുകളുടെ ഹൃദയം കള്ളിനും മയക്കുമരുന്നിനും ഇപ്പോൾ രാഷ്ട്രീയത്തിനും അടിമപ്പെട്ട് നമ്പ് തുമ്പായാലും ഈ സത്യ വെളിച്ചത്തിൻ്റെ സന്നിധിയിൽ വരികയില്ല. നീ ദൈവത്തിൽ ബലത്ത വിശ്വാസമുള്ളവനായാൽ നീ അഭിവരിക്കുന്ന ഏത് മതിലും ഇടിഞ്ഞു വീഴ്ത്തുവാൻ എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ ബലം ഉണ്ട്. ആമേൻ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്ന് പോറ്റുന്നു, ഇന്നുമെന്നും കൂടെ ഉണ്ടെന്നുള്ള വാക്ക് തന്നവൻ, ഇന്നുമെന്നും കൂടെ ഉണ്ടെന്നു വാക്ക് തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ല ഭൂമി ആഗ്രഹിപ്പാരുമേ, നീയല്ല ഭൂമിയിൽ ആഗ്രഹിപ്പാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. 4 ഐസയാ 10 27 പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആമേൻ. ബലത്ത വിശ്വാസ നിമിത്തം നിന്റെ മുമ്പിൽ ഉള്ള മതിൽ ഉടങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം, ആത്മനിറവ് നിമിത്തം, അഗ്നി ആത്മാവ് ആനന്ദ നടി നിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നുകം തകർന്നു പോകും. ഹല്ലേലൂയ. ആകയാൽ എഫേസ്യർ 5:18, റോമർക്കെഴുതിയ ലേഖനം 8:14, അപ്പോസ്തലർ 20:22 ഒരേ അർത്ഥമെങ്കിലും വ്യത്യസ്ത വചനങ്ങളാണ്. ആത്മനിറവുള്ളവരായിരിപ്പിൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവിൻ. പൗലപ്പോസ്തലൻ എഴുതുന്നു, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടിരുപ്പിൻ. ബി ബൗണ്ട്.
ഇൻ ഹോളി സ്പിരിറ്റ്. കാരണം കർത്താവിൻ്റെ റൂട്ടല്ല ഇന്ന് മനുഷ്യൻ്റെ റൂട്ട്. 55:8 കർത്താവ് അരുളി ചെയ്യുന്ന എൻ്റെ വിചാരങ്ങളല്ല മനുഷ്യ നിന്റെ വിചാരം. അതാണ് തടസ്സം. ഇത് 2 വിചാരമും 2 ഇച്ഛയും 2 ഹിതമും ഒന്നാകുമ്പോൾ തടസ്സം മാറും. കർത്താവ് അരുളി ചെയ്യുന്ന എൻ്റെ വിചാരമല്ല മനുഷ്യൻ്റെ വിചാരം. ആമേൻ. 2 ഡിഫറൻ്റ് ആണ്. ജഡാഭിലാഷം ആത്മാഭിലാഷത്തോട് വിരോധം. മനുഷ്യൻ്റെത് ജഡാഭിലാഷം, കർത്താവിൻ്റെത് ആത്മാഭിലാഷം തമ്മിൽ ശത്രുക്കളാണ്. ജഡാഭിലാഷം സാധാരണം, ആത്മാഭിലാഷം അസാധാരണം. It is natural. The desire of a man, his lust is natural, but God's will is supernatural. ഇത് സാധാരണം, അത് അസാധാരണം. ഇത് ഐകികം. മനുഷ്യൻ്റെ ആഗ്രഹം ഒക്കെയും ഐകികം, ലൗകികം. ഇവിടെ രാവിലെ ബറോട്ട, ഉച്ചയ്ക്ക് ബറോട്ട, രാത്രി ബറോട്ട, ഇതിൻ്റെ ഇടയ്ക്കും ബറോട്ട. ഇതാണ് മനുഷ്യൻ്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ആഗ്രഹമോ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, കർത്താവ് വീണ്ടും പറഞ്ഞല്ലോ, എൻ്റെ രാജ്യത്വം ഐകികമല്ല. നോ, എൻ്റെ രാജ്യത്വം ഐകികമല്ല. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അത് സ്വർഗീയം. ഇറ്റ് ഈസ് ഹെവൻലി. ഇത് മാനുഷികം. മനുഷ്യൻ്റെത് മാനുഷികം, ദൈവത്തിൻ്റെതോ ദൈവീയം. ഇത് രണ്ടും ഒറ്റ റൂട്ടിൽ പോയാൽ അവിടെ മതിലില്ല, സ്മൂത്തായി വണ്ടി ഓടും. അതാണ് കർത്താവ് അരുളി ചെയ്യുന്ന ആത്മാവിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക. അപ്പൻ കൊടുത്ത അപ്പമും വെള്ളമും തീർന്നപ്പോൾ കുട്ടി ദാസിയുടെ കുട്ടിയെങ്കിലും അത് ആബ്രഹാമിൻ്റെ വിത്താണല്ലോ. She threw the boy in the bush. അമ്മ ഇനി ഇവൻ ചത്തുപോകും, കുറുങ്കാട്ടിൽ എറിഞ്ഞിട്ട് ഇവൾ കരഞ്ഞ്, ഇവൻ്റെ മരണം എനിക്ക് കാണേണ്ട. അപ്പം അമ്മയുടെ മൈൻഡിൽ ഇരിക്കുന്നത് കുഞ്ഞിൻ്റെ മരണമാണ്. ദൈവത്തിൻ്റെ മൈൻഡിൽ ഉള്ളത് അവനൊരു കാട്ടുപോത്തെങ്കിലും അവനെയും ഞാൻ അനുഗ്രഹിക്കാം. ഉൽപ്പത്തി 17:20, ഉൽപ്പത്തി 21:8. അവൾ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ചാകും. കർത്താവ് അരുളി ചെയ്യും, അല്ല, ഇവനെയും ഞാൻ അനുഗ്രഹിക്കും. ആബ്രഹാം എത്ര വലിയ ഭക്തനാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത്, എൻ്റെ അടുത്ത അവകാശി, എൻ്റെ വീട്ടിൽ ജനിച്ച എൻ്റെ അടിമ, ഡമാസ്കസിലെ എലിയാസർ. his own desire, human desire, മാനുഷികാഗ്രഹം. എൻ്റെ വീട്ടിൽ ജനിച്ച അടിമ. ഉൽപ്പത്തി 15:3. ഡമാസ്കസിലെ. അപ്പൊ ദൈവത്തിൻ്റെ ഹിതമോ അതല്ല. എൻ്റെ സ്നേഹിത ആബ്രഹാം അടിമയല്ല, വീട്ടിൽ ജനിച്ചവനല്ല, ഡമാസ്കസിൽ ഉള്ളവനല്ല. നിന്റെ നാടി നരമ്പുകളിൽ നിന്ന് ജനിച്ച ഇസഹാക്കാണ് നിന്റെ വാഗ്ദത്ത സന്താനം, നിന്റെ അവകാശി. അത് ദൈവത്തിൻ്റെ വിൽ, മറ്റത് അവൻ്റെ ഡിസയർ. ഇത് രണ്ടും ഒന്നാകണമെങ്കിൽ കൊരിന്ത് ലേഖനത്തിൽ പൗലപ്പോസ്തലൻ എഴുതുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്ന ദൈവഹിതം നിന്റെ ഇച്ഛയായി മാറും. അപ്പോൾ ഒരു തടസ്സവും അവിടെ കാണുകയില്ല.
ആമേൻ. ഹല്ലേലൂയ. ആകയാൽ ആത്മനിറവുള്ളവരായിരിപ്പിൻ, ആത്മനിറവുള്ളവരായിരിപ്പിൻ. അവസാനം യോഹന്നാൻ 15-ാം അധ്യായം 7-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിൾ തുറക്കണം, താളുകൾ മറിയണം, വചനം സാപ്പിടണം. ആമേൻ. നിങ്ങൾ എന്നിലും, യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നിങ്ങൾ എന്നിലും പറയാമോ? അതിനർത്ഥം നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിലും. മനസ്സിലായോ? സമ്പ്രദായത്തിലാകരുത്, മന്ത്രവാദത്തിലാകരുത്, പുണ്യവാളനിലാകരുത്, ജോഷ്യനിലാകരുത്. ഇപ്പം സിനിമാ ഭ്രാന്ത് ഡൂയിട്ട് പാടുമ്പോൾ അവൻ തന്നെ പാടണം. 75 വയസ്സ് കിളവനും സ്റ്റാർ ഡൂയിട്ട് പാടുമ്പോൾ അവൻ തന്നെ പാടണം, വിക്കും പൗഡറും ഇട്ട്. സ്റ്റണ്ട് വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനായിടും. മനസ്സിലാകുന്നില്ല. ആ സിനിമ സ്റ്റൈൽ ഇപ്പോൾ ഇവിടെയും എത്തിക്കഴിഞ്ഞു. സിനിമ സ്റ്റാർ അതോ ഗതി. നിങ്ങൾ ക്രിസ്തുവിലും 40, 50, 60, 100 അപ്പൻ തിരുമേനി, അപ്പൂപ്പൻ്റെ അപ്പൻ പോപ്പായിട്ടും കുട്ടികൾക്ക് കല്യാണ സമയം നിശ്ചയിക്കുന്നത് ജ്യോത്സ്യന. അതാണ് ഇവിടെ എല്ലാം ഒരു ദിവസമാണ് കല്യാണം. 10-50 കല്യാണം ഒറ്റ ദിവസമാണ്. ഒരു കല്യാണക്കുറി വന്നാൽ ആലോചിക്കണം, ഇനിയൊരു 50 കല്യാണക്കുറി അതേ സമയത്തിൽ വരും. ജ്യോത്സ്യന, പാസ്റ്ററല്ല നിശ്ചയിക്കുന്നത്, ജ്യോത്സ്യന. എൻ്റെ വീട് കെട്ടുമ്പോൾ മുൻവാതിൽ വെച്ചത് കറക്റ്റാ രാഗുകാലം നോക്കി, രാഗുകാലത്തിലാണ്. അവിടെയാണ് കൂട്ടായ്മ തുടങ്ങിയത്, കൂട്ടായ്മ വളർന്നത്. അവിടെയാണ് 25 വയസ്സ് മക്കളില്ലാതെ ഇരുന്ന എനിക്ക് കർത്താവ് മക്കളെ തന്നതും. ചുമ്മാ പ്രസംഗം കേട്ടിട്ട് പോകാനല്ല, അത് സാപ്പിടണം വചനം. നിങ്ങൾ ക്രിസ്തുവിലായാൽ ഇതൊക്കെ പമ്പ കിടക്കും. നിങ്ങൾ ക്രിസ്തുവിലാകണം, നിങ്ങൾ യേശുവിലാകണം. യേശുവിലായവൻ കുരിശുമല കയറത്തില്ല, എടത്തുവ പോകുകയില്ല, വേളാങ്കണ്ണി പോവുകയില്ല, വിഗ്രഹം ചുംബിക്കുകയില്ല. അവൻ വചനത്തിൽ വസിക്കും. നിങ്ങൾ എന്നിലും, നിങ്ങൾ യേശുവിലാകണം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും. കർത്താവ് അരുളി ചെയ്ത സ്വർണ്ണ വാക്തത്വം, സ്വർണ്ണ ശബ്ദം നിങ്ങളിൽ, വചനം നിങ്ങളിൽ, വചനം നിങ്ങളിൽ. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ, നമ്പർ 1 സങ്കീർത്തനം 107:20 നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ സങ്കീർത്തനം 119:25 നിന്നെ ജീവിപ്പിക്കും. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ സങ്കീർത്തനം 119:28 നിന്നെ നിവർത്തും. ഒരുത്തൻ്റെ മുമ്പിൽ നീ കുനിഞ്ഞു നിൽക്കേണ്ടത് വരികയില്ല. വചനം നിങ്ങളിൽ വാസം ചെയ്താൽ അരുതാത്തത് ചെയ്യുമ്പോൾ അപ്പോസ്തലർ 2:37 നിന്റെ ഉള്ളിനെ കുത്തും. വചനം നിങ്ങൾ വാസം ചെയ്താൽ ജെറമ്യ 23:29 നിന്റെ ഉള്ളിൽ അത് കത്തും, ചുറ്റിക പോലെ നിന്നെ അടിച്ച് നിറപ്പാക്കും. വചനം നമ്മുടെ ശരീരം, ആത്മാവ്, പ്രാണൻ മൂന്നിനെയും തുളയ്ക്കും. എബ്രായർ 4:12
ആ വചനം വീട്ടിൽ പോയി 100 പ്രാവശ്യം വായിക്കണം നിങ്ങൾ. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും എന്ത് ആഗ്രഹമോ ചോദിച്ചു കൊള്ളുക, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അവിടെ ഒരു തടസ്സവും കാണത്തില്ല. ആമേൻ. ക്രിസ്തുവിൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ ഇത് ഇല്ലാത്ത പക്ഷം, ആവർത്തനം 28:2, ശാപമുണ്ടാകും. വചനത്തിൽ വസിക്കാതിരുന്നാൽ ശാപമുണ്ടാകും. മത്തായി സുവിശേഷം 12:22-29, മർക്കോസ് സുവിശേഷം 12:24, the people are mistaken because they do not know the word of God. നീ തെറ്റിപ്പോകും. വചനം അറിയായ്കയാൽ ജനം തെറ്റിപ്പോകും. നീ തെറ്റിപ്പോകും. വചനം നിന്നിൽ വസിക്കാതിരുന്നാൽ നീ തെറ്റിപ്പോകും. കാരണം 119:11 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വചനം നിന്നെ പാപം ചെയ്യാതെ തടുക്കും. യാക്കോബ് 1:22, വചനത്തിൽ നീ വസിക്കാതിരുന്നാൽ നീ ചതിക്കപ്പെടും, നീ നിന്നെ തന്നെ ചതിക്കും. സംഖ്യ 14:41 വചനം നിന്നിൽ വസിക്കാതിരുന്നാൽ നീ തോറ്റുപോകും. ചില തടസ്സങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് ഇത് മറുഭാഗത്തിൽ നമ്മുടെ നന്മയ്ക്കായി. ചില തടസ്സങ്ങൾ ഗറോർ കിങ് സാറയുടെ സൗന്ദര്യത്തിൽ മയങ്ങി കൊണ്ടുപോയി കൊട്ടാരത്തിൽ താമസിപ്പിച്ചു. ഒരു രാത്രി മുഴുവൻ സാറ അന്യൻ്റെ വീട്ടിൽ പാർത്തിട്ടും അവളെ തൊടാതെ ദൈവത്തിൻ്റെ കരം ഇറങ്ങി അവനെ തടുത്ത്. ആമേൻ. നന്മയ്ക്കായുള്ള തടസ്സം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 17 വയസ്സായ ഇസഹാക്കിനെ കെട്ടി. എൻ്റെ അപ്പോ ഇതെങ്ങനെ? 10 വയസ്സ് പീക്രി ചെറുക്കൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഈ 17 വയസ്സിന് എങ്ങനെ ഇവൻ കെട്ടി? ഭയങ്കര സാമർഥ്യം തന്നെയാണ് ആബ്രഹാം. കെട്ടി കിടത്തി, വിറകിൽ കിടത്തി, കത്തിയെടുത്ത് അറക്കുവാൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൈ തടുത്തു. നീ ക്രിസ്തുവിൽ വസിച്ചാൽ, ദൈവവചനത്തിൽ ജീവിച്ചാൽ, ചില തടസ്സങ്ങൾ അവിടെ വരുമ്പോൾ അവിടെ കിടന്ന് ആഞ്ഞു പിടിക്കരുത്, ഷേപ്പ് മാറിപ്പോവും. ചില നന്മകൾക്കായി ഒരു വാഹനം മിസ്സാകുമ്പോൾ പിറുപിറുക്കരുത്, ദൈവം അനുവദിച്ചതാണ്. ഒരു പെൺകുട്ടി ഒരു കല്യാണം മിസ്സാകുമ്പോൾ, ഒരു പയ്യൻ വേണ്ടാമെന്ന് വച്ചിട്ട് പോകുമ്പോൾ പിറുപിറുക്കരുത്, ദൈവം തടുത്തതാണ്. അതിന് മനസ്സിലാക്കുന്ന മെച്യൂരിറ്റി നിനക്ക് ഉണ്ടാക്കണം. ദൈവ പൈതലായി ജീവിക്കുമ്പോൾ വരുന്ന തടസ്സം നോക്കുക. അപ്പോസ്തലർ 16:1 ലൂസ്ര പട്ടണത്തിൽ വന്ന് ശരിക്കും ദൈവഭക്തയായ ഒരു അമ്മ പ്രസവിച്ച് വളർത്തിയെടുത്ത തിമോത്തി കൂട്ടിക്കൊണ്ട് പൗലപ്പോസ്തലൻ യാത്ര തുടർന്ന് സഭകളിൽ ഉള്ള വിശ്വാസികളുടെ വിശ്വാസം ബലപ്പെടുത്തി, വിശ്വാസികളുടെ എണ്ണം പെരുകി. ലൂസ്ര കഴിഞ്ഞ് ഇവരുടെ പ്ലാൻ ഏഷ്യാവിലേക്ക് പോകുവാൻ യത്നിച്ചപ്പോൾ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് 6-ാം വചനത്തിൽ വന്ന് പൗലോസിനെ തടുത്ത്. നീ പോകേണ്ടത് അവിടെയല്ല,
അവരെ തടുത്ത് മാസിഡോണിയാവിലേക്ക് പോകുവാൻ കൽപ്പിച്ചു. ഒരു തടസ്സം, ഭക്തൻ്റെ ജീവിതത്തിൽ വരുന്ന തടസ്സം, അവിടെ കിടന്ന് നീ കുസ്തി കാണിക്കരുത്. ദൈവം ഒരു നന്മ കരുതിയിട്ടുണ്ട്. അവിടെ ദൈവം കാണിച്ച മാസിഡോണിയാവിൽ പോയപ്പോഴാണ് വൻ അത്ഭുതം. എന്താണ് വൻ അത്ഭുതം? ഭക്തൻ്റെ മരണം ഒരു വലിയ അത്ഭുതം കേട്ടോ. ഒരുവൻ ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചാൽ കിടന്ന് ദുഃഖമുണ്ട്, അവിടെ കിടന്ന് ബഹളം കാണിക്കരുത്. അവൻ പോയിരിക്കുന്നത് യേശുവിൻ്റെ മടിയിൽ. ആ സുബോധനക്ക് ഉണ്ടാകണം. ഭക്തൻ്റെ മരണം, സങ്കീർത്തനം 115:16. ഭക്തൻ്റെ മരണം ഒരു ഭാഗ്യം. ഭക്തൻ്റെ മരണം സ്വർഗം സന്തോഷിക്കും. രണ്ടാമത് ലൂക്കോസ് 15:7 പാപികളുടെ മനസാന്തരം ഒരു ഭാഗ്യമാണ്. ഇത് രണ്ടും അവിടെ നടക്കുന്നു മാസിഡോണിയാവിൽ. ആണ്ടാണ്ട് കാലം പള്ളിക്ക് പോയി വോട്ടുമിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന ഒരു സ്ത്രീ, പേര് ലിദിയ. ദൈവഭക്ത എന്നാണ് അവളുടെ പേര്. പക്ഷെ ഉള്ളു പൂട്ടി വച്ചിരിക്കുന്ന സുവിശേഷത്തിന്. പൗലോസിൻ്റെ അതരത്തിൽ കൂടി കേട്ട സ്ട്രോങ് വചനം അവളുടെ ഉള്ളിനെ തുറന്ന് കൈകളെ തട്ടി. ഇതിനു വേണ്ടിയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16:14 അവളുടെ ഉള്ളിനെ തുറക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു തടസ്സമുണ്ടായത്. അടുത്തുള്ള വചനങ്ങൾ പേ പിടിച്ച ഒരു വെളിച്ചപ്പാടത്ത് കയറി അവളെ മുഷിഞ്ഞ് പൗലോസ് നോക്കിയപ്പോൾ അവളുടെ ഉള്ളിൽ നിറഞ്ഞിരുന്ന ഭൂതം പുറത്തായി. ഒരുത്തി കൂടെ ഹൃദയത്തിൽ സുവിശേഷം, മറ്റവളുടെ ഹൃദയത്തിൽ സ്വസ്ഥത. ഇതിനു വേണ്ടിയാണ് പൗലോസിൻ്റെ മിനിസ്ട്രിയിൽ ഒരു തടസ്സമുണ്ടായത്. ഭക്തനായി ജീവിച്ചാൽ, ദൈവഭക്തനായി ജീവിച്ചാൽ ഒരു തടസ്സം വരുമ്പോൾ, വീട് വയ്പോ, ചിട്ടി കിട്ടുന്നതോ, കല്യാണകാര്യമോ, അഡ്മിഷനോ, ജോലിയോ തടസ്സം വന്നാൽ ഇവിടെ കടന്ന് കുസ്തി വയ്ക്കരുത്. നിന്നേക്കാൾ എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഭാവി നന്നായി അറിയാം. ആ തടസ്സം നന്മയ്ക്കായി എന്ന് നീ ഗ്രഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി കൂടി, സംഭവങ്ങളെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.